പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ 67 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡിയാണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ തരത്തിലായിരുന്നു ഇന്നത്തെ നടപടിക്രമങ്ങൾ? പറയൂ. വിനിഷ, അല്പം മുന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് PFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 8 സ്ഥലങ്ങളിൽ നിന്നാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ആകെ 67.03 കോടി രൂപയുടെ സ്വത്തുക്കളാണ് PFIയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കണ്ടുകെട്ടിയത് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ, ആലപ്പുഴ സോഷ്യൽ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, പന്തളം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് പത്തനംതിട്ട, ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് വയനാട്, ഹരിതം ഫൗണ്ടേഷൻ പൂവച്ചിറ മലപ്പുറം, പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ, വള്ളുവനാട് ട്രസ്റ്റ് പാലക്കാട്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ SDPIയുടെ ഭൂമിയും കണ്ടുകെട്ടി എന്നതാണ്. ഇത്തരത്തിൽ 8 സ്ഥലങ്ങളിലെ ഭൂമി സ്വത്തുവകകൾ കണ്ടുകെട്ടി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 2002 ഇത്തരത്തിലൊരു അന്വേഷണം, NIA കേസിനെ ആസ്പദമാക്കിയ ഒരു അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത്. അതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയ്ക്ക് പിന്നാലെയാണ് കേരളത്തിലെ 8 ഇടങ്ങളിൽ നിന്ന്, അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 8 ജില്ലകളിലായിട്ട് 67 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അതിൽ തലസ്ഥാനത്തെ PFIയുടെ SDPIയുടെ ഭൂമിയും കണ്ടുകെട്ടി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. വിനിഷ. ശരി വിഷ്ണു.